And വെൽക്കം ടു മിനൂസ് മാജിക്കൽ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു വെണ്ടയ്ക്ക തോരനാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഈ വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ നല്ല അധികം മൂക്കാത്ത ടൈപ്പുള്ള കുറച്ച് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക കനം കുറഞ്ഞ് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു പാനിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുകും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു സവാളയും 3-4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വറ്റമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ചേർക്കാം. രണ്ടും നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കഷ്ണങ്ങളാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ജീരകം ഇടാൻ മറന്നുപോയി. നിങ്ങൾ ആദ്യം തന്നെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ജീരകം കൂടെ ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറിയ തീയിൽ തന്നെ കിടന്നാൽ മതി. വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പെല്ലാം നന്നായിട്ട് മാറണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയോടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ 1/2 കപ്പ് തേങ്ങ കൂടെ ചേർക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കണം. വെണ്ടയ്ക്കയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മൂക്കണം. ഞാനിവിടെ തേങ്ങയൊന്നും ചതച്ചിട്ടില്ല, അല്ലാതെ തന്നെ ചേർക്കുകയാണ്. ഏകദേശം എല്ലാം നന്നായിട്ടൊരു പരുവായിട്ടുണ്ട്. തേങ്ങയും ചെറുതായിട്ട് മൂത്തിട്ടുമുണ്ട്. വെണ്ടയ്ക്കയുടെ പീസസിലെ വഴുവഴുപ്പെല്ലാം മാറി നല്ലതായിട്ടൊരു മൂത്ത് പരുവായിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിൽ എളുപ്പം കിട്ടുന്ന ഒരു സാധനവുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്